ഞാൻ ജസ്റ്റ് വർക്ക് കഴിഞ്ഞുള്ളൂ. ഇപ്പൊ സമയം 9:30 ആവുന്നുള്ളൂ. ഞാനപ്പോ ഇന്ന് കുറച്ച് നേരത്തെ വർക്ക് കഴിഞ്ഞു. അപ്പൊ ഇന്ന് എനിക്ക് കിട്ടിയത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടിയാട്ടോ. ഒരു പുതിയ വണ്ടിയാണ് ഇന്ന് എനിക്ക് കിട്ടിയത്. മാക്സസിന്റെ ഈ ഡെലിവർ 5 എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് വാനാണ് കിട്ടിയത്. ഏറ്റവും പുതിയ മോഡലാണ്. വാനുകളൊക്കെ ഓടിക്കുന്ന ആളുകൾക്ക് അറിയാം. ഇതുപോലത്തെ വാനുകളുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ് സ്പോട്ട് ആണ്. കാറുകളുടെ ആണെങ്കിൽ നമുക്ക് ഈ മിറർ നോക്കാം, ആ കാണുന്ന മിറർ നോക്കാം, അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യാം. പക്ഷെ ഇതിന്റെ കണ്ടോ, ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ടോ, സൈക്ലിസ്റ്റ് വരുന്നുണ്ടോ, പെഡസ്ട്രിയൻസ് ഉണ്ടോ, ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൂടാതെ എ പില്ലറും ഒരു ബ്ലൈൻഡ് സ്പോട്ട് ആണ് സാധാരണ വാനുകളുടെ. ഈ വാനിന് ഒരു ഫീച്ചർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാൻ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചേക്കാണ്. അപ്പൊ ലെഫ്റ്റിലെ ഒരു ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ഈ കാണുന്ന മിററിന് താഴെ ഒരു ക്യാമറയാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിലെ ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലെഫ്റ്റ് സൈഡിലെ ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട റൈറ്റ് സൈഡിലെ ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ. അടിപൊളി ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ ഓടിച്ച വാനുകളിൽ ഒന്നും തന്നെ ഇതില്ല എന്നുള്ളതാണ്. ഏറ്റവും പുതിയ മോഡലുകളൊക്കെ കാണുമായിരിക്കും, പക്ഷെ മെജോറിറ്റി വാനുകളിലും അതില്ല എന്നുള്ളതാണ്. മാനുഫാക്ചറേഴ്സ് ഇത് കണ്ട് കോപ്പി ചെയ്യേണ്ട ഒരു ഫീച്ചറാണ്. എന്തൊരു ഈസിയാണെന്നറിയോ ഇത് ഓടിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് എത്ര സേഫ് ആണെന്നറിയോ ഈ ഒരു ഫീച്ചർ വെച്ചിട്ട് ഇത് ഓടിക്കാനായിട്ട്. ആ കാണുന്ന എ പില്ലറിന്റെ നടുക്കായിട്ടൊരു ഓപ്പണിംഗ് ഉണ്ടോ, അവിടെ നിന്ന് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യാം. ഇവിടെയും നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ ഇത്രയും ബ്ലൈൻഡ് സ്പോട്ടുകൾ ഇവർ നമുക്ക് കാണാൻ പാകത്തിനാക്കി തന്നിട്ടുള്ളത് എന്ത് നല്ല ഫീച്ചറാണെന്ന് നോക്കി. എന്തായാലും അടിപൊളി വാനായിരുന്നു എനിക്ക്. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്താണ് ഓടിച്ചത്.